എല്ലാവർക്കും ഗുഡ് ഈവനിങ്. LPSA UPSAയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സാമിൻ്റെ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് രമ്യ, എഡ്ഫിലിലെ ഫാക്കൽറ്റിയാണ്, മലയാളം ഫാക്കൽറ്റിയാണ്. അപ്പോൾ ഈ ഒരു വെബിനാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സിലബസ് ഒന്ന് പരിചയപ്പെടുക, അത് മലയാളമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങൾ ഏത് ഭാഗത്ത് നിന്നാണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി സിലബസ് പരിചയപ്പെടുകയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും ഒന്ന് പരിചയപ്പെടുന്നുണ്ട്. ഇത് രണ്ടുമാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് എങ്ങനെ നമുക്ക് ഈ ഒരു സബ്ജക്റ്റ് പഠിച്ചെടുക്കാം എന്നുള്ള കാര്യമാണ് പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് സിലബസിൽ നിന്ന് തുടങ്ങാം. സിലബസ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, PSCയുടെ സിലബസ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുകയാണ് ആദ്യം ചെയ്യുന്നത്. മലയാളം സിലബസിനെ പ്രധാനമായിട്ടും 3 മൊഡ്യൂളുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ആദ്യം സാഹിത്യപരം, 2 ഭാഷാപരം, 3 ബോധനശാസ്ത്രപരം. അപ്പം അതിൽ സാഹിത്യപരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സാഹിത്യത്തിൽ പല സാഹിത്യ രൂപങ്ങളുണ്ട്. അപ്പം അതിനെക്കുറിച്ചുള്ളതാണ്. കവിതാ സാഹിത്യം, കഥാസാഹിത്യം, നോവൽ, ആത്മകഥ, ജീവചരിത്രം, വൈജ്ഞാനിക സാഹിത്യം, ബാലസാഹിത്യം, ഇങ്ങനെ സാഹിത്യ രൂപങ്ങളിൽ നിന്നും വരുന്ന വ്യത്യസ്തമായിട്ടുള്ള സാഹിത്യ രൂപങ്ങളിൽ നിന്നും വരുന്ന ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. 2 ഭാഷാപരമാണ്. അപ്പം അതിനകത്ത് ആദ്യം ഭാഷയുടെ ചരിത്രം, മലയാള ഭാഷയുടെ ചരിത്രത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഭാഷാ ഭേദങ്ങളെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പ്രായോഗിക വ്യാകരണം, അത് പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട്. 10ാം തര നിലവാരത്തിന് അത്രയും ലെവലുള്ള ഒരു ചോദ്യങ്ങൾ മാത്രമേ ഈ ഒരു ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഗ്രാമറിന്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആഴത്തിലുള്ള ഒരു സ്റ്റഡിയുടെ ഒന്നും ആവശ്യമില്ല. ഒരു 10ാം തര നിലവാരത്തിൽ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അപ്പൊ അതിനകത്ത് എന്തൊക്കെയാ വരുന്നത് എന്നുള്ളത് പറയുന്നുണ്ട്. പദശുദ്ധി, അതിലാണ് സന്ധികാര്യങ്ങൾ വരുന്നത്. പദങ്ങളുടെ സമാസവും വിഗ്രഹിക്കലും, വാക്യരൂപങ്ങൾ, അനുപ്രയോഗം, വാക്യഘടനയും വാക്യശുദ്ധിയും, ലിംഗം, വചനം, ഇവ, അർത്ഥബോധം അതിന്റെ ബ്രാക്കറ്റിലായിട്ട് പദങ്ങൾ, ശൈലികൾ, പ്രയോഗങ്ങൾ, വാക്യസന്ദർഭങ്ങൾ, കാവ്യസന്ദർഭങ്ങൾ, ഇവയൊക്കെയാണ് വരുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായിട്ടുള്ള അർത്ഥത്തോടു കൂടി വേണം ശൈലികളാണെങ്കിലും പദങ്ങളാണെങ്കിലും ഒക്കെ പ്രയോഗിക്കേണ്ടത്. അപ്പൊ ആ ഒരു അർത്ഥബോധം നമുക്കുണ്ടോ എന്നുള്ള കാര്യം ടെസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അടുത്തത് കാവ്യബോധമാണ്. കവിത, ഗദ്യം, പഴഞ്ചൊൽ തുടങ്ങിയവയിൽ അലങ്കാരം, ധ്വനി, ഇവ കണ്ടെത്തൽ. അപ്പൊ ഇതൊക്കെ മനസ്സിലാവുന്നുണ്ട്. അപ്പൊ കവിതയിലൊക്കെ നമ്മൾ സാധാരണ പറയുന്ന രീതിയിലല്ല. അപ്പൊ നമ്മളൊരു സെന്റൻസ് പറയുന്ന പോലെ ആയിരിക്കില്ല കവിതയ്ക്കകത്ത് ചില കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ ആ അവതരിപ്പിക്കുന്ന ആശയം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് നോക്കുന്നത്. പഴഞ്ചൊല്ലും അങ്ങനെ തന്നെയാണ്. പഴഞ്ചൊല്ലുള്ള കാര്യങ്ങളൊക്കെ, പഴഞ്ചൊല്ലോ ശൈലികളൊക്കെ ആണെങ്കിലും അത് നേരെ കാര്യങ്ങൾ പറയാറില്ല. ധ്വനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ അർത്ഥത്തിനെയാണ് ധ്വനി എന്ന് പറയുന്നത്. നമുക്കൊരു കാര്യം വായിക്കുന്ന സമയത്ത് ആദ്യം കിട്ടുന്ന അർത്ഥത്തിൽ നിന്നും വ്യത്യസ്തമായ അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന അർത്ഥത്തിനെയാണ് ധ്വനി എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അവതാരണമാണ്. അവതാരണം എനിക്ക് തോന്നുന്നു ഈ ഒരു ഭാഗത്തിൽ ഏറ്റവും എളുപ്പമുള്ളൊരു ചോദ്യമായിരിക്കും അവതാരണം. ഗദ്യം, പദ്യം അവതാരണത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. റീഡിങ് കോംപ്രഹെൻഷൻ ആണ്. അതായത് നമുക്കൊരു ഗദ്യമോ അല്ലെങ്കിൽ പദ്യമോ തന്നിട്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. ഇതാണ് 2ാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഇനി 3ാമത്തെ മൊഡ്യൂളിൽ ബോധനശാസ്ത്രപരമാണ്. അതിൽ ഉദ്ഗ്രഥിത സമീപനം, ഭാഷാ പഠന സിദ്ധാന്തങ്ങൾ, ആസൂത്രണം, വാർഷികാസൂത്രണം, യൂണിറ്റ് ആസൂത്രണം, ദൈനംദിന ആസൂത്രണം, വിലയിരുത്തൽ, ഇത്രയും ഭാഗങ്ങളാണ് സിലബസിനകത്തുള്ളത്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ള കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതൊന്നും എങ്ങനെ ചോദ്യം വരുന്നത് എന്നുള്ള കാര്യമാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് UPSAയുടെ 2022 UPSA ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള 10 ചോദ്യങ്ങൾ അതാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ അതിലേക്ക് കടക്കാം. അപ്പൊ ആദ്യത്തെ ചോദ്യം, ബന്ധുജനങ്ങൾ മുഴുവനുമീ പ്രേമബന്ധത്തിൽ എന്നോട് എതിർത്തു നിൽപ്പു, പ്രാണന്റെ ബന്ധവും തൂക്കി നോക്കുന്നത് നാണയത്തുട്ടുകളാണ് പോലും. ഏത് കഥാപാത്രത്തിൻ്റെതാണ് ഈ വരികൾ? നമ്മൾ സാധാരണ ഇപ്പൊ ഇത് ഏത് ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത്? മലയാള സാഹിത്യത്തിലെ ആദ്യത്തെ മൊഡ്യൂളായിട്ടുള്ള സാഹിത്യപരം എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് നിന്നും വന്നിട്ടുള്ള ചോദ്യമാണ്. പൊതുവേ നമ്മൾ കേട്ടിട്ടൊക്കെ എഴുതുന്ന സമയത്ത് കണ്ടുവരുന്ന ഒരു ചോദ്യ രീതി എന്ന് പറയുന്നത് ഇതല്ല. അവിടെ ചിലപ്പോൾ കവി, അതായത് ഇങ്ങനെ ഒരു വരി തന്നിട്ട് അത് ആരുടെയാണ് അല്ലെങ്കിൽ ഏത് കൃതിയിലെയാണ് എന്നുള്ള ചോദ്യമാണ് ഉണ്ടാവാറുള്ളത്. ഇവിടെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് കവിതയുടെ വരികൾ തന്നിട്ടുണ്ട്, എന്നിട്ട് കഥാപാത്രം ഏതാണെന്നുള്ളത്. ഒരു കണക്കിന് ഇത് കുറച്ചുകൂടി എളുപ്പമുള്ള ചോദ്യമാണ്. കാരണം ഈ വരികൾ വായിക്കുന്ന സമയത്ത് നമുക്ക് ആ കഥാപാത്രം ഏതാണെന്നുള്ളത് ഒരു പരിധി വരെ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പൊ ഇങ്ങനെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവില്ല. ഓപ്ഷൻസ് ഒന്ന് നോക്കാം. രമണൻ, ചന്ദ്രിക, ഭാനുമതി, മദനൻ. അപ്പൊ ഈ 4 ഓപ്ഷൻ കാണുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, ചങ്ങമ്പുഴയുടെ രമണൻ എന്ന് പറയുന്ന കവിതയിലെ വരികളാണ്. അപ്പൊ അത് പലരും വായിച്ചിട്ടുണ്ടാവില്ല, രമണനൊന്നും കംപ്ലീറ്റ് ആയിട്ട് വായിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ അതിൻ്റെ ഒരു കണ്ടന്റ് എന്താണെന്നുള്ള കാര്യം
മിക്ക ആളുകൾക്കും അറിയുന്നതാണ്. അപ്പൊ അത് വെച്ചിട്ട് രമണനും ചന്ദ്രിക എന്ന് പറയുന്നത് അത്രയും പോപ്പുലർ ആയിട്ടുള്ള രണ്ട് കഥാപാത്രങ്ങളാണ്. അപ്പൊ അത്രയും പോപ്പുലർ ആയിട്ടുള്ള ചോദ്യങ്ങൾ ഇതിനകത്ത് ചോദിക്കുള്ളൂ എന്നുള്ളതാണ് ഒന്നാമത് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇനി എങ്ങനെ നമുക്ക് അതിന് ആ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താന്നുള്ളതാണ്. അപ്പൊ അവിടെ പറയുന്നുണ്ട്, അവിടെ ഒരു സൂചന നൽകുന്നുണ്ട്, ബന്ധുജനങ്ങൾ മുഴുവനും ഈ പ്രേമബന്ധത്തിൽ എന്നോട് എതിർത്ത് നിൽപ്പു. ബന്ധുജനങ്ങൾ എല്ലാവരും പ്രേമബന്ധത്തിൽ, ഈ ഒരു പ്രേമത്തിൽ എന്നോട് എതിർത്താണ് നിൽക്കുന്നത്. അപ്പൊ ഇത് പറയാൻ സാധ്യത ഇവിടെ ആരാണ്? ഇവിടെ പ്രണയിക്കുന്ന രണ്ടുപേരെന്ന് പറയുന്നത് ഒന്ന് രമണനും രണ്ട് ചന്ദ്രികയുമാണ്. ഇവർ രണ്ടുപേരുമാണ്. അപ്പൊ അതില് അവർക്കിടയിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടുള്ള രണ്ട് തട്ടുകളിലാണ് എന്നുള്ളതാണ്. അപ്പൊ അതില് ചന്ദ്രികയാണ് സാമ്പത്തികമായിട്ട് കുറച്ച് മുന്നിൽ നിൽക്കുന്നത്. സാമ്പത്തികമായിട്ടല്ല, സാമൂഹികമായിട്ടും മുന്നിൽ നിൽക്കുന്ന ഒരാളാണ് ചന്ദ്രിക. സ്വാഭാവികമായിട്ടും ചന്ദ്രികയുടെ ബന്ധുക്കളായിരിക്കാം ഈ ഒരു പ്രേമബന്ധത്തിൽ സമ്മതിക്കാത്തത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ രീതിയിൽ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റും. അപ്പൊ അങ്ങനെ ഒരു ചോദ്യം കാണുന്ന സമയത്ത് അയ്യോ എനിക്ക് ഈ വരികൾ അറിയില്ലല്ലോ എന്ന് പറഞ്ഞ് നിൽക്കുകയല്ല, നിങ്ങൾ ആദ്യം ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കുക. എന്തെങ്കിലും ഒരു ക്ലൂ അതിനകത്ത് ഉണ്ടാവും. അപ്പൊ ആ ക്ലൂവിൽ നിന്ന് വേണം നമുക്ക് ഉത്തരത്തിലേക്ക് എത്തണമെങ്കിൽ. അപ്പൊ ആ വരികൾ വായിക്കുന്ന സമയത്ത് അതിന്റെ അർത്ഥം മനസ്സിലാവുകയാണെങ്കിൽ നമുക്ക് ചന്ദ്രിക എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലേക്ക് എത്താൻ വേണ്ടി പറ്റും. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. കാക്കനാടൻ എന്നത് ആരുടെ തൂലികാനാമമാണ്? വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഞാൻ പറയാൻ കാരണം തൂലികാനാമങ്ങളൊക്കെ കൃത്യമായി പഠിച്ചു പോയ ഒരാൾക്കാണെങ്കിൽ പ്രത്യേകിച്ച് അവിടെ ഒന്നും ചെയ്യാനില്ല, ഓപ്ഷൻ തിരഞ്ഞെടുക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പൊ കാക്കനാടൻ ജോർജ് വർഗീസ് ആണ് കാക്കനാടൻ എന്ന് പറയുന്ന തൂലികാനാമത്തിൽ എഴുതിയിട്ടുള്ളത്. മറ്റുള്ളതൊന്നും നോക്കാം. വി അയ്യപ്പൻ എന്ന ആള് തെരഞ്ഞെടുത്ത തൂലികാനാമം എന്ന് പറയുന്നത് കോവിലനാണ്. ചെറിയാൻ മാപ്പിള ഒരു പോയറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു റൈറ്റർ ആണ്. പക്ഷെ അദ്ദേഹം ഒരു തൂലികാനാമത്തിലൊന്നും അറിയപ്പെട്ടിട്ടില്ല. അത് ജസ്റ്റ് ഓപ്ഷനിൽ അങ്ങ് കൊടുത്തതേ ഉള്ളൂ. പി സച്ചിദാനന്ദൻ ആനന്ദ് എന്ന തൂലികാനാമത്തിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ തൂലികാനാമങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. അതിൽ നിന്ന് ചോദ്യം വരാറുണ്ട്. അപ്പൊ ഈ പറയുന്നതല്ലാതെ മറ്റ് തൂലികാനാമങ്ങളും കൂടെ നമ്മൾ പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. അടുത്തത് മൂന്നാമത്തെ ചോദ്യമാണ്. താഴെ നൽകിയിരിക്കുന്നവയിൽ മാധ്യമ പുരുഷൻ ഉദാഹരണം ഏത്? മാധ്യമ പുരുഷനല്ല, മധ്യമ പുരുഷൻ ഉദാഹരണം ഏത്? അപ്പൊ ഇത് പ്രായോഗിക വ്യാകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ്. ഓപ്ഷൻസ് ആദ്യം വായിച്ചതിന് ശേഷം ചോദ്യം വിശദീകരിക്കാം. ഓപ്ഷൻ എ നിന്റെ, ഓപ്ഷൻ ബി എന്റെ, ഓപ്ഷൻ സി അദ്ദേഹം, ഓപ്ഷൻ ഡി എനിക്ക്. അപ്പൊ നമുക്കിവിടെ എന്താണ് മധ്യമ പുരുഷൻ എന്നറിയണം. അതിന് നമുക്ക് ആദ്യം മലയാള വ്യാകരണത്തെ കുറിച്ചൊരു ധാരണ ഉണ്ടാവണം. അപ്പൊ ഇവിടെ മധ്യമ പുരുഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മൾ ആരോടാണോ സംസാരിക്കുന്നത് അയാളെയാണ് മധ്യമ പുരുഷൻ എന്ന് പറയുന്നത്. ആരോടാണോ സംസാരിക്കുന്നത് അയാളെ മധ്യമ പുരുഷൻ എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ രണ്ടുപേരും തമ്മിൽ സംഭാഷണത്തിൽ ഏർപ്പെടുകയാണ്. അപ്പോൾ നമ്മൾ ആരോടാണോ സംസാരിക്കുന്നത് അയാളെ എന്തോ വിളിച്ചിട്ടാണ് നമ്മൾ സംബോധന ചെയ്യുന്നത് എന്നുള്ളതാണ്. നിന്റേന്നാണോ അല്ലെങ്കിൽ എന്റേന്നാണോ, അദ്ദേഹം അല്ലെങ്കിൽ എനിക്ക് എന്നാണോ? ഉത്തരം വളരെ എളുപ്പമാണല്ലേ, കാരണം നിന്റെ എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ പ്രശ്നം നമുക്ക് ഈ ഒരു ടേം മനസ്സിലാവണം എന്നുള്ളതാണ്. മധ്യമ പുരുഷൻ എന്ന് പറയുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കിയ ഒരാൾക്ക് ഈ ഓരോ ഓപ്ഷനിലേക്ക് എത്താൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഞാൻ ആ ഒരു ഡിവിഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെക്കാം. സർവനാമത്തെ നമ്മൾ മൂന്നായിട്ട് തിരിക്കുന്നുണ്ട്. ഉത്തമ പുരുഷൻ, മധ്യമ പുരുഷൻ, പ്രഥമ പുരുഷൻ. അതിൽ ഉത്തമ പുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനാണ്. അതായത് എൻ്റെ പേര് ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പൊ ഞാൻ തന്നെ ഞാൻ എന്നുള്ള പദമാണ് ഉപയോഗിക്കുന്നത്. അതായത് എൻ്റെ നാമത്തിന് പകരം ഞാൻ ഉപയോഗിക്കുന്നതാണ് ഞാൻ എന്നുള്ള പദം. അപ്പൊ ഒരു നാമത്തിന് പകരം ഉപയോഗിക്കുന്നതിനെയാണ് സർവനാമം എന്ന് പറയുന്നത്. അപ്പൊ സ്വയം പറയുന്ന സമയത്ത് ഞാൻ എന്നാണ് ഉപയോഗിക്കുന്നത്, അതിന് ഉത്തമ പുരുഷൻ എന്നാണ് പറയുന്നത്. മധ്യമ പുരുഷൻ എന്ന് പറയുന്നത് നമ്മൾ ആരോടാണോ സംസാരിക്കുന്നത് അയാളെ സംബോധന ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതിനെയാണ് മധ്യമ പുരുഷൻ എന്ന് പറയുന്നത്. പ്രഥമ പുരുഷൻ എന്ന് പറയുന്നത് ഈ സംഭാഷണത്തിൽ ഒന്നും ഏർപ്പെടാതെ പുറത്തു നിന്നുള്ള ഒരാളെ അവരെ കുറിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ വിളിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് പ്രഥമ പുരുഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് അതിന്റെ എല്ലാം എക്സാമ്പിൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇപ്പൊ ഇവിടെ എൻ്റെ അല്ലെങ്കിൽ എനിക്ക് എന്നൊക്കെ പറയുന്നത് ഉത്തമ പുരുഷൻ ഉദാഹരണമാണ്. കാരണം എൻ്റെ പേരിന് പകരം ഞാൻ ഉപയോഗിക്കുന്നതാണ് ഈ എൻ്റെ, എനിക്ക്, ഞാൻ എന്നിങ്ങനെയുള്ള പദങ്ങളൊക്കെ. അപ്പൊ അതൊക്കെ ഉത്തമ പുരുഷന് എക്സാമ്പിൾ ആയിട്ടാണ് വരുന്നത്. അദ്ദേഹം എന്ന് പറയുന്നത് പ്രഥമ പുരുഷനാണ്. കാരണം നമ്മൾ ഒരിക്കലും രണ്ടുപേര് സംഭാഷണത്തിൽ ഏർപ്പെടുന്ന സമയത്ത് നമുക്ക് എത്രത്തോളം റെസ്പെക്ട് ഉള്ള ഒരാളാണെങ്കിലും അദ്ദേഹം എന്ന് വിളിച്ച് അങ്ങ് സംസാരിക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ന് പറയുന്നത് പുറത്തുള്ള ഒരാളെയാണ് കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് പ്രഥമ പുരുഷനിലാണ് ഉൾപ്പെടുന്നത്. അപ്പൊ ഇങ്ങനെ 3 തരത്തിലാണ് സർവനാമം എന്ന് പറയുന്നത് വരുന്നത്. അപ്പൊ ആ സർവനാമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് ഇത്. ഇതും ഡയറക്റ്റ് ആണ്. പ്രത്യേകിച്ച് അതിൽ നമ്മുടെ സിലബസിനകത്ത് പറഞ്ഞു കഴിഞ്ഞു 10ാം തരം നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ മാത്രമേ നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ളത്. അപ്പൊ അതേ രീതിയിൽ തന്നെ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ളതും ഏറ്റവും എളുപ്പമുള്ളതായിട്ടുള്ള ചോദ്യങ്ങളാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പൊ അതിനെ കുറിച്ചൊരു
കൃത്യമായിട്ട് സിലബസ് പഠിക്കണം എന്നുള്ളതുള്ളൂ. പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് മാർക്ക് സ്കോർ ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അടുത്തത് 4ാമത്തെ ചോദ്യം, ജോർജ് ഓണക്കൂറിന്റെ ആത്മകഥ ഏത് എന്നുള്ളതാണ് ചോദ്യം. എൻ്റെ കഥ, കർമ്മഗതി, ഹൃദയരാഗങ്ങൾ, ഓർമ്മകളുടെ ലോകത്തിൽ. ഇതിൽ ഏതാണ് ജോർജ് ഓണക്കൂറിന്റെ ആത്മകഥ? ഓപ്ഷൻ സി ആണ് ഹൃദയരാഗങ്ങൾ. ഈ ഒരു ചോദ്യം ചോദിക്കാൻ ഒരു കാരണം കൂടി ഉണ്ട്. 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജോർജ് ഓണക്കൂറിന്റെ ഹൃദയരാഗങ്ങൾ എന്ന് പറയുന്ന ആത്മകഥയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടുകൂടിയാണ് ഈ ഒരു ചോദ്യം ഇവിടെ വന്നിട്ടുള്ളത്. ഇനി മറ്റുള്ളതൊക്കെ ആത്മകഥകളാണ്. അപ്പൊ അത് ആരുടെയാണെന്നുള്ളത് നോക്കാം. എൻ്റെ കഥ വളരെ പ്രസിദ്ധമായിട്ടുള്ള ആത്മകഥയാണ്. മലയാളത്തിൽ ഒരുപാട് വിമർശനങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള, അത്ര മലയാളികൾ അത്രത്തോളം ചർച്ച ചെയ്തിട്ടുള്ള ഒന്നാണ് എൻ്റെ കഥ എന്ന് പറയുന്ന ആത്മകഥ. മാധവിക്കുട്ടിയുടെയാണ് എൻ്റെ കഥ. കർമ്മഗതി എന്ന് പറയുന്നത് MK സാനുവിന്റെ ആത്മകഥയാണ്. ഓർമ്മകളുടെ ലോകത്തിൽ എന്ന് പറയുന്നത് പി കേശവദേവ് ഒരു റൈറ്റർ ആണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. ഒരു എഴുത്തുകാരനാണ്. റിയലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഒക്കെ ഭാഗമായി വന്നിട്ടുള്ള ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ഓർമ്മകളുടെ ലോകത്തിൽ എന്ന് പറയുന്നത്. 4ാമത്തെ ചോദ്യം കഴിഞ്ഞു. ഇനി 5ാമത്തെ ചോദ്യമാണ്, കണ്ണുനീർ എന്ന അർത്ഥം വരുന്ന പദം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ലോഭം, ലോചനം, അക്ഷി, ലോജം. ഇതിൽ ഏതാണ് കണ്ണുനീർ എന്ന അർത്ഥം വരുന്നത്? അപ്പൊ അതില് നമുക്ക് ഓരോന്നും ഇങ്ങനെ വായിച്ച് ഒഴിവാക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇപ്പൊ ലോഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എഴുത്തച്ഛനൊക്കെ കവിതയിൽ ഉപയോഗിച്ചു ലോഭത്തെ വെടിയണം എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ലോഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാഗ്രഹമാണ്, ഒന്നിനോട് അല്ലെ കൊതി എന്നൊക്കെ പറയാം. അതിനെയാണ് ലോഭം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഓപ്ഷൻ, അതിനൊരു കണ്ണുനീർ എന്ന് പറയുന്ന ഒരു അർത്ഥമില്ല. അടുത്ത ലോചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് എന്നേ അർത്ഥമുള്ളൂ, കണ്ണുനീർ എന്ന അർത്ഥമില്ല. അക്ഷി എന്ന് പറയുന്നതും കണ്ണിന്റെ തന്നെ പര്യായമായിട്ടാണ് വരുന്നത്. ഇനി ആകെ അവശേഷിക്കുന്ന ലോജം എന്ന് പറയുന്ന പദമാണ് അല്ലെ. അപ്പൊ ലോജം എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം കണ്ണുനീരെന്നാണ്. അപ്പൊ 5ാമത്തെ ചോദ്യം കഴിഞ്ഞു. ഇത് പദവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, അതായത് സമാനമായിട്ടുള്ള അർത്ഥം വരുന്ന പദം അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്, സമാനാർത്ഥത്തിലുള്ള പദങ്ങൾ. അപ്പൊ അത് നമ്മൾ പഠിക്കേണ്ട, പര്യായ പദങ്ങൾ എന്നൊക്കെ പറയും, അത് പഠിക്കേണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു ചോദ്യമാണിത്. അടുത്തത് 6ാമത്തെ ചോദ്യമാണ്, തന്നിരിക്കുന്നവയിൽ വാക്യത്തിന്റെ തെറ്റായ ഭാഗം ഏത്? അപ്പൊ നിങ്ങൾ കേട്ടിട്ട് എക്സാം ഒക്കെ എഴുതുന്ന ആളുകളാണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ കേട്ടിട്ട് എക്സാമിലൊക്കെ ഇതിനേക്കാളും കുറച്ചുകൂടെ വാക്യമൊക്കെ മുഴുവനായി തന്നിട്ട് നമുക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവാറുള്ളത്. പക്ഷെ ഇവിടെ നോക്കുന്ന സമയത്ത് അത്രയും കൺഫ്യൂഷൻ നമുക്ക് തോന്നില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെന്റൻസ് അങ്ങ് കംപ്ലീറ്റ് ഒന്നുമില്ല, ഓരോരോ ഭാഗമായിട്ട് പാർട്ടായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അത് വായിക്കുന്ന സമയത്ത് തന്നെ ഇനി ഒന്നും അറിയില്ലെങ്കിൽ ഒരാൾക്ക് ഗസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ചോദ്യം തന്നെയാണിത്. നമുക്ക് ഓപ്ഷൻ വായിച്ചു നോക്കാം. എല്ലാ മാസം തോറും നിശ്ചിത തുക ബാങ്കിൽ നിക്ഷേപിക്കൽ അയാൾ ശ്രദ്ധിച്ചു. അപ്പൊ ഇതിൽ ഏതാണ് തെറ്റായിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത്? അപ്പൊ നമ്മൾ വാക്യശുദ്ധിയായി ബന്ധപ്പെട്ട് എപ്പോഴും പറയുന്ന ഒന്നാണ് പുനരുക്തി എന്ന് പറയുന്ന ദോഷം. വാക്യത്തിന് വരുന്ന ഒരു ദോഷമാണ് പുനരുക്തി. പുനരുക്തി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു വാക്യത്തിനകത്ത് ഒരേ അർത്ഥത്തിൽ 2 പദങ്ങൾ ഉപയോഗിക്കുന്നതിനെയാണ് പുനരുക്തി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ മാസം തോറും എന്ന് പറയുന്നതാണ് തെറ്റായിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. കാരണം ഇവിടെ എന്താണ്, എല്ലാ തോറും, ഇത് സമാനമായ അർത്ഥത്തിലാണ് ചേർത്തിട്ടുള്ളത്. ഒന്നിലേ നമുക്ക് എന്ത് പറയാം, എല്ലാ മാസവും അല്ലെങ്കിൽ മാസം തോറും, ഈ 2 രീതിയിൽ പറയേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ ഇങ്ങനെ ഇത് രണ്ടും കൂടെ ചേർത്ത് ഒന്നിച്ച് പറയേണ്ട ആവശ്യമില്ല. അപ്പൊ ഓപ്ഷൻ എ എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. അടുത്തത്, നാരായണത്വ ഭ്രാന്തൻ എന്ന കവിത കുട്ടികൾ നാടക രൂപത്തിൽ അവതരിപ്പിക്കുന്നു. അധ്യാപനത്തിലെ ഏത് സമ്പ്രദായത്തെയാണ് ഇത് ഉൾക്കൊള്ളുന്നത്? അപ്പൊ നമ്മൾ ഇപ്പൊ ഒരു 6 ചോദ്യങ്ങൾ കണ്ടത് ഭാഷാപരവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇനി വരുന്ന 2-3 ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ബോധനശാസ്ത്രപരം, അധ്യാപന രീതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ 7ാമത്തെ ചോദ്യം ഇത്രയേ ഉള്ളൂ. നാരായണത്വ ഭ്രാന്തൻ എന്ന കവിത കുട്ടികൾ നാടക രൂപത്തിൽ അവതരിപ്പിക്കുന്നു. അധ്യാപനത്തിലെ ഏത് സമ്പ്രദായത്തെയാണ് ഇത് ഉൾക്കൊള്ളുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഹ്യൂറിസ്റ്റിക് സമ്പ്രദായം, ക്രീഡാരീതി, ആഗമന നിഗമന രീതി, ഡാൾട്ടൺ പദ്ധതി. അപ്പൊ നമുക്ക് ഇതും ഒരു പരിധി വരെ എന്താണ്, ഇനി ഈ 4 സമ്പ്രദായങ്ങളെ കുറിച്ചൊന്നും അറിയില്ലെങ്കിലും ഓപ്ഷൻ ബി എന്നുള്ളൊരു ഉത്തരത്തിലേക്ക് നമ്മൾ എത്തും. കാരണം എന്താണ്, കവിത നാടക രൂപത്തിലാക്കുക എന്ന് പറയുന്നത് ക്രീഡാരീതിയാണ് അല്ലെ. അപ്പൊ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്തത്, ഭാഷാപരമായ ബുദ്ധിയുടെ വളർച്ചയ്ക്ക് ആവശ്യമല്ലാത്തത് താഴെ സൂചിപ്പിക്കുന്നതിൽ ഏത്? അപ്പൊ ഭാഷാപരമായിട്ടുള്ള ബുദ്ധിയുടെ കാര്യമാണ് പറയുന്നത്. പ്രഭാഷണങ്ങൾ, സെമിനാറുകൾ, അഭിമുഖം, ഗ്രാഫുകൾ. ഇതും വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണല്ലേ. കാരണം എന്താണ്,
ഇവിടെ പ്രത്യേകിച്ച് ഊന്നി പറയുന്നുണ്ട് ഭാഷാപരമായിട്ടുള്ള ബുദ്ധി എന്നുള്ളതാണ്. അപ്പൊ പ്രഭാഷണം എന്ന് പറയുന്നത് ഭാഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അല്ലെ. കാരണം നല്ല സംസാരിക്കാൻ ശേഷിയുള്ള ആളുകളാണ് പ്രഭാഷണങ്ങൾ നടത്താറുള്ളത്. അപ്പൊ അത് കേൾക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ ചിന്തിക്കാനുള്ള ഒരു ശേഷിയും സംസാരിക്കാനുള്ള ഒരു ശേഷിയൊക്കെ ഉണ്ടാവുന്നു. അപ്പൊ അത് ഭാഷാപരമായിട്ടുള്ള ബുദ്ധിയുടെ ഒരു വളർച്ചയുടെ ഭാഗമായി തന്നെ വരുന്നതാണ്. സെമിനാറുകൾ എന്ന് പറയുന്നതും അതേപോലെ തന്നെ ഭാഷാപരമായ ബുദ്ധിയുടെ വളർച്ചയ്ക്ക് ആവശ്യമുള്ളതാണ്. അഭിമുഖം എന്ന് പറയുന്നതും ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. പക്ഷെ ഗ്രാഫുകൾ എന്ന് പറയുന്നത് കുറച്ചുകൂടെ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഗ്രാഫിൽ വരുന്നത്. ആ ഗ്രാഫും ഭാഷയും തമ്മിലൊരു ബന്ധവും ഇല്ല എന്നുള്ളത് ഒരു കോമൺ സെൻസ് ആണ്. അപ്പൊ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻ ഡി എന്ന് പറയുന്ന ഒരു ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കും. ഓക്കെ, 9ാമത്തെ ചോദ്യമാണ് നോക്കുന്നത്. കുട്ടികളുടെ പോർട്ട്ഫോളിയോ വിലയിരുത്തുന്നത് ഏത് വിലയിരുത്തലിന്റെ ഭാഗമായാണ്? നിരന്തര വിലയിരുത്തൽ, വാർഷിക വിലയിരുത്തൽ, ടേം വിലയിരുത്തൽ, മേൽപ്പറഞ്ഞ ABC ഇവയൊന്നുമല്ല എന്നുള്ളതാണ്. അപ്പൊ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്റ്റുഡൻസിന്റെ വർക്ക് ഒരു വർഷം മുഴുവൻ ഉണ്ടാകുന്ന അല്ലെങ്കിൽ സ്റ്റുഡൻസിന്റെ വർക്കിന്റെ ഒരു കളക്ഷനെയാണ് നമ്മൾ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മൾ സാധാരണ നിരന്തര വിലയിരുത്തലിനാണ് ഉപയോഗിക്കാറുള്ളത്. ഇതും എളുപ്പമുള്ള ഒരു ചോദ്യമാണ് അല്ലെ. പോർട്ട്ഫോളിയോ എന്താണെന്ന് മനസ്സിലായിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ ഈ ഒരു ഓപ്ഷനിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. ഓക്കെ, ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിഷയങ്ങളെ വേർതിരിച്ച് പഠിപ്പിക്കുന്നതിന് പകരം പരസ്പരം ബന്ധപ്പെടുത്തി പഠിപ്പിക്കുന്ന സമീപനം ഏതാണ്? പരിസര പഠന സമീപനമാണോ, ഗണിത സമീപനമാണോ, ഉദ്ഗ്രഥിത സമീപനമാണോ? ഇവയൊന്നുമല്ല. അപ്പൊ പരസ്പരം ബന്ധപ്പെടുത്തി എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഉദ്ഗ്രഥിതം എന്ന് പറയുന്ന പദം നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഓപ്ഷൻ സി എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പൊ നമ്മൾ 10 ചോദ്യങ്ങൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ ഈ 10 ചോദ്യങ്ങൾ വിശകലനം ചെയ്തതിൽ നിന്നും സിലബസിൽ എങ്ങനെയാണ് നിങ്ങൾ ഈ സിലബസിന്റെ ഓരോ ഭാഗങ്ങളും പഠിക്കേണ്ടത് എന്നുള്ള കാര്യം പറയാം. അപ്പൊ നമ്മൾ മലയാളത്തിൽ സാഹിത്യപരം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അപ്പൊ അതിനകത്ത് കവിതാ സാഹിത്യം, കഥാസാഹിത്യം, നോവൽ, ആത്മകഥ, ജീവചരിത്രം, വൈജ്ഞാനിക സാഹിത്യം, ബാലസാഹിത്യം ഇവയൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇതിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഇപ്പൊ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ നോക്കിയപ്പോൾ രമണനിൽ നിന്നാണ് ചോദ്യം വന്നത്. അപ്പൊ രമണൻ എന്ന് പറയുന്ന ഒരു കൃതിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും ലക്ഷക്കണക്കിന് കോപ്പികൾ വിറ്റഴിച്ചിട്ടുള്ള ഒരു കവിതയാണ്. അപ്പൊ അത് ഈ ഒരു തലമുറയിൽപ്പെട്ട ആളുകൾക്ക് പോലും പരിചിതമാണ് രമണനെയും ചന്ദ്രികയും. അപ്പൊ അത്രയും പോപ്പുലർ ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നേ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ളതാണ്. അതിപ്പോൾ ഏതിലാണെങ്കിലും കവിതയാണെങ്കിലും കഥയാണെങ്കിലും നോവലാണെങ്കിലും അതേപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് അവാർഡുകൾ ലഭിച്ചിട്ടുള്ള കൃതികൾ. അത് ഏതൊക്കെയാണ് എന്നുള്ളതൊന്ന് നല്ലോണം മനസ്സിലാക്കണം. പിന്നെ പ്രസിദ്ധമായിട്ടുള്ള വരികൾ ഇതൊക്കെ ഒന്ന് ആ ഒരു ഭാഗത്ത് കൂടുതൽ നമ്മൾ ശ്രദ്ധ കൊടുത്ത് പഠിക്കേണ്ടതായിട്ടുള്ളതാണ്. അടുത്തത് ഭാഷാപരമാണ്. ഭാഷാപരം എന്ന് പറയുന്ന സമയത്ത് ഭാഷയുടെ ചരിത്രമൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മൾ സാഹിത്യപരത്തിനേക്കാളും കുറച്ചുകൂടെ ഊന്നൽ കൊടുക്കേണ്ടതാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സാഹിത്യപരം നമ്മൾ എത്ര തന്നെ പഠിച്ചു കഴിഞ്ഞാലും നമ്മൾ കവർ ചെയ്യാത്ത ഏതെങ്കിലും ഒരു ഏരിയ ഉണ്ടാവും, അതിൽ നിന്നും ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഭാഷാപരം എന്ന് പറയുന്ന ഈ ഒരു ഭാഗം പ്രായോഗിക വ്യാകരണമാണെങ്കിലും ഭാഷയുടെ ചരിത്രമാണെങ്കിലും ഒക്കെ അതിൽ നിന്ന് ഇത്രയും ചോദ്യങ്ങൾ വരുള്ളൂ. നമുക്കത് കൃത്യമായിട്ട് ഒരു ബൗണ്ടറി വെച്ച് പഠിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഈ ഒരു ഭാഗത്തിന്റെ പ്രത്യേകത. അപ്പൊ അവിടെ നമ്മൾ കൂടുതൽ ഊന്നൽ കൊടുത്ത് പഠിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഈ ഒരു ഭാഗത്തിൻ്റെത്. ബോധനശാസ്ത്രപരമാണെങ്കിൽ നിങ്ങളിപ്പോൾ ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് അധികം ബുദ്ധിമുട്ടിക്കുന്ന ഒരു ചോദ്യമൊന്നുമല്ല. പ്രായോഗികമായിട്ടുള്ള നമ്മുടെ ബുദ്ധി അന്നേരം നമുക്കത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ ഉത്തരം എഴുതാൻ വേണ്ടി പറ്റുന്ന ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ മൊത്തത്തിൽ ഇപ്പൊ മലയാളത്തിന്റെ സിലബസും ക്വസ്റ്റ്യൻ പേപ്പറും ഒക്കെ നോക്കുകയാണെങ്കിലും വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. ഇപ്പൊ ഞാനിവിടെ ഓരോ ക്വസ്റ്റ്യൻസും പറയാൻ ഞാൻ ഈ ഒരു ചാറ്റ് വായിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ഉത്തരം പറയാനുള്ളൊരു അവസരമൊന്നും നൽകാനത്. ഞാൻ തന്നെ ഇങ്ങനെ പറഞ്ഞു പോവാണ് ചെയ്തത്. ഇനിയിപ്പോൾ നേരെ മറിച്ച് ഞാനൊരു എക്സ്പ്ലനേഷൻ നടത്തിയിട്ട് ഒരു അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ മീൻസ് അതിന്റെ ആൻസർ ഏതാന്ന് കാണിക്കാതെ നിൽക്കുവാണെങ്കിലും നിങ്ങൾക്ക് പലർക്കും അത് ഒരു പരിധി വരെ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും തന്നെയായിരുന്നു. അപ്പൊ മലയാളം എന്ന് പറയുന്ന ഈ ഒരു ഭാഗം നമ്മൾ അത്യാവശ്യത്തിന് സമയം കൊടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഭാഗം തന്നെയാണ്. ഈ 10 മാർക്ക് നമുക്ക് നേടിയെടുക്കാവുന്നത് തന്നെയാണ്. അപ്പൊ ഇനിയിപ്പോൾ അതിൽ പദ്യം അവതാരണോ അല്ലെങ്കിൽ ഗദ്യം അവതാരണോ വരികയാണെങ്കിലും അതും നമുക്ക് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ചോദ്യം തന്നെ അതിനകത്ത് വരുന്നത്. കാരണം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ആൻസർ തന്നിട്ടുണ്ട്. എന്നിട്ട് ആ ഗദ്യം വായിച്ച് നമുക്ക് മനസ്സിലാവണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മളൊക്കെ മലയാളികളാണ്. അപ്പൊ അതുകൊണ്ട് നമുക്കത് വായിച്ചാൽ മനസ്സിലാവും
മനസ്സിലാവാത്ത ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇനി അഥവാ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പദ്യമായിരിക്കും. പദ്യത്തിൽ നിന്നും അങ്ങനെ കടുകട്ടിയുള്ള ചോദ്യമൊന്നും പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റില്ല, എളുപ്പമുള്ളത് തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു സിലബസ് വെച്ചിട്ട് അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ടാണ് പഠിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത്. അപ്പം നമ്മളിവിടെ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഫോക്കസ് ചെയ്തിട്ടാണ് ഏതൊക്കെ ഭാഗങ്ങൾ എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത്, അതിൻ്റെ ബൗണ്ടറി ഒക്കെ നിശ്ചയിച്ചുകൊണ്ടാണ് ക്ലാസ്സുകൾ ഉള്ളത്. അപ്പം എന്ത് തന്നെ ആയാലും ഈ ഒരു വെബിനാറിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാവർക്കും ഈ ഒരു സിലബസിനെ കുറിച്ചും ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നത് എന്നതിനെ കുറിച്ചൊക്കെ ഒരു ഐഡിയ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് ചോദ്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നമ്മൾ ഇനിയും ക്ലാസ്സുകൾ വരുന്നുണ്ട്, വെബിനാർ വേറെ സബ്ജക്റ്റ് ക്ലാസ് എടുക്കാനുണ്ട്. അപ്പം അതുകൊണ്ട് സമയം പോക്കണം തോന്നുന്നില്ല. അപ്പം ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.